മന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിനെ പിന്തുണച്ച സമസ്ത കാന്തപുരം വിഭാഗം പിന്തുണ അറിയിച്ച ഹൈക്കമാൻഡിന് കത്തയച്ചു. കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് എന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസരിയും പ്രതികരിച്ചു. ഇത്തരൊരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും കെ ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ മത്സരിക്കാത്ത ആള് പിന്നീട് മുഖ്യമന്ത്രിയായി, അങ്ങനെ അവർ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്. കേന്ദ്ര തലത്തിൽ രാജ്യം ഒട്ടുക്കും സംഘടനയുടെ സെക്രട്ടറിയായി നിന്നൊരാൾക്ക് സ്റ്റേറ്റ് നയിക്കാൻ എന്തായാലും കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സമസ്തയ്ക്ക് ഇതിലെന്താ? സമസ്തയുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ചോദിച്ചോ? മധു, വിവിധ സാമുദായിക സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഒരു സമ്മർദ്ദ ശക്തി എന്ന രീതിയിൽ സമസ്തയുടെ അഭിപ്രായം സമസ്ത ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യമായി തന്നെ അത് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ പരസ്യ പ്രസ്താവനയിൽ അവർ പറയുന്നത് കെ സി വേണുഗോപാൽ വരുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം പരസ്യമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ മൂന്ന് നേതാക്കന്മാരും കൊള്ളാവുന്ന നേതാക്കന്മാരാണ് എന്ന അഭിപ്രായം അദ്ദേഹം പരസ്യ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്നു. എ കെ ആന്റണിയൊക്കെ നേരത്തെ ഇതേ രീതിയിൽ സമാനമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് MLA അല്ലാത്ത കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം പറയുന്നു. ഒപ്പം അദ്ദേഹം മൂന്നുപേരെയും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ കാന്തപുരം സമസ്ത വിഭാഗം രഹസ്യമായി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യൽ ലെവലിൽ ഹൈക്കമാൻഡിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ കെ സിയുടെ പേരാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും. രഞ്ജിത്ത്, മൂന്ന് പേരെയും പിന്തുണയ്ക്കാനാണെങ്കിൽ ഹൈക്കമാൻഡിന് കത്തെഴുതേണ്ടുന്ന ഒരു സാഹചര്യവും സമസ്തയ്ക്ക് മുന്നിലില്ല. അതിൽ കൃത്യമായ താല്പര്യം അറിയിക്കുക എന്ന ലക്ഷ്യമില്ലെങ്കിൽ സമസ്തയ്ക്ക് ഇതിലൊരു സേഡ് ആവശ്യവുമില്ല. അത് തീർച്ചയായിട്ടും അവർ കത്തയച്ചിരിക്കുന്നത് അവരുടെ ഒരു കോൺഫിഡൻഷ്യൽ ലെവലിൽ സംഘടന എന്ന രീതിയിൽ കത്തയച്ചിരിക്കുകയാണ്. പക്ഷെ ആ വിവരം പൂർണ്ണമായും അങ്ങനെ കത്തയച്ചു അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതാണ് സമസ്തയുടെ താല്പര്യം എന്ന് പറയാൻ അവർ തയ്യാറല്ല. പക്ഷെ പരസ്യ പ്രതികരണത്തിൽ ഒരു മുൻതൂക്കം കെ സി വേണുഗോപാൽ എന്ന രീതിയിൽ പറയുന്നു. കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ദീർഘകാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്നു. നേരത്തെ എ കെ ആന്റണിയെ പോലുള്ള ആളുകൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ അനുഭവമുണ്ട്. അതുകൊണ്ട് കെ സി വേണുഗോപാൽ നിലവിൽ MLA അല്ലെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി കേരളത്തിൽ എത്തുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സമസ്തയുടെ പിന്തുണയും കൂടി ഉണ്ടാവുകയാണ് കെ സി വേണുഗോപാലിന് അനുകൂലമായി. കെ സി മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്ന സമസ്ത കാന്തപുരം വിഭാഗം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.